നമുക്ക് നല്ല സ്പീഡിൽ ആൻസർ കിട്ടുന്ന ക്വസ്റ്റ്യനാണ്. നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനും പറ്റും. എന്താണ്? ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ടുള്ളതാണ്. യൂസിങ് ദി ഡയമെൻഷണൽ അനാലിസിസ് ദ Planck's constant defined a characteristic temperature Tp from the powers of the gravitational constant G and the Planck's constant X, the Boltzmann constant Kb and the speed of light c in vacuum. The expression for Tp is proportional to. അതായത് Tpയുടെ ഡയമെൻഷൻ ഇതിൽ ഏതായിട്ടാണ് പ്രൊപ്പോർഷൻ ആയിരിക്കുന്നത് നമ്മോട് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് കറക്റ്റ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് കിട്ടിയെന്ന്. നമുക്കറിയാം എച്ച് എന്ന് പറഞ്ഞാൽ എന്താ? പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. അതിൻ്റെ ഡയമെൻഷൻ അത് എങ്ങനെയാണ്? അതിൻ്റെ യൂണിറ്റ് എന്താ? എനർജി സെക്കൻഡാണ്. അതായത് ജൂൾ സെക്കൻഡാണ്. അപ്പോൾ എനർജിയുടെ ഡയമെൻഷൻ ജൂൾ എന്ന് പറഞ്ഞാൽ എനർജിയാണ്. എനർജിയുടെ ഡയമെൻഷൻ എന്താ? mL² T⁻² ആണ്. അതിൻ്റെ കൂടെ സെക്കൻഡിൻ്റെ ടൈം അല്ലേ, അതുകൂടി നമ്മൾ നോക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ T⁻1 T⁻+1 T⁻−1 ആയി. mL² ഇവിടെ വന്നു. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് വെലോസിറ്റി, വാക്വത്തിലത്തെ സ്പീഡാണ്. അത് മീറ്റർ/സെക്കൻഡ് ആണ്. അതെന്തായിരിക്കും? മീറ്റർ ലെങ്ത്തിൻ്റെ അല്ലേ. അപ്പോൾ L T⁻−1 ആണ്. അതുപോലെ തന്നെ KB ഇതുപോലെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ mL² T⁻−2 K⁻−1 കിട്ടി. അതുപോലെ തന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻ്റ് എങ്ങനെ കണ്ടുപിടിക്കുക? അതുപോലെ തന്നെ ഡയമെൻഷൻ ഏതെങ്കിലും ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റിൻ്റെ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഫോർമുല നമ്മൾ എടുക്കാം. F=gm1m2/r². ഫോഴ്സ് അല്ലേ, ഫോഴ്സ് എന്താ? മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്താ? L T⁻−2 ആണ്. അത് മാസിനോട് പ്രൊഡക്റ്റ് ആക്കാം. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, വെലോസിറ്റി അല്ലേ. ആക്സിലറേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്താ? L T⁻−1 ആണ്. അത് നമ്മൾ എന്താ ചെയ്യണത്? വിത്ത് റെസ്പെക്ട് ടു ടൈമാണ് ചെയ്യണത്. അപ്പോൾ L T⁻−2 നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 2 മാസുകളുണ്ട്. അപ്പോൾ m² ഇവിടെ L² കോമൺ ആയിട്ടുള്ളത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഇവിടെ m വന്നു. ഇവിടെ ഇങ്ങോട്ട് പോകുമ്പോൾ എന്തായിരിക്കും? L³ ആയിരിക്കും. T⁻−2 / m. മുകളിലേക്ക് പോകുമ്പോൾ m⁻−1. അപ്പോൾ ജിൻ്റെയും കിട്ടി നമുക്ക്. അപ്പോൾ ഈ H, C, KB, G ഇതിൻ്റെയൊക്കെ വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തു. H അതുപോലെ തന്നെ ഇട്ടു. C എന്ന് പറഞ്ഞാൽ L T⁻1 വന്ന് ഇട്ടു ഇതുപോലെ തന്നെ. അതുപോലെ തന്നെ എന്താ? KB നമ്മൾ കണ്ടുപിടിച്ചു. mL² T⁻−1 K⁻−1 എന്ന് ഇട്ട് കൊടുത്തു. അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു ഇൻറ്റു G. അപ്പോൾ നമ്മൾ എന്ത് എക്സ്പാൻഡ് ചെയ്തു. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എന്താ? ഇവിടുത്തെ m² ഇവിടുത്തെ m⁻−1 നമുക്ക് എന്തായിരിക്കും? m കിട്ടി. അതുപോലെ തന്നെ ഇവിടെ L⁻4 L⁻3 അപ്പോൾ എത്രയാ? 7 കിട്ടി. ഇവിടെ എന്താ? T⁻−2 കിട്ടി. സോറി, T⁻4 T⁻−2 T⁻−6 കിട്ടാം. അതുപോലെ തന്നെ ഇവിടെ നോക്കൂ. ഇവിടെ എന്താ? L⁻, ഇവിടെ 2ഉം 5 ആകുമ്പോൾ 7 ആയി. ഇവിടെ എന്തായിരിക്കും? T⁻−6 ആയി. അപ്പോൾ ഈ ടീൻ്റെ പവർ -6ഉം L⁻7ഉം ഇവിടെ ന്യൂമറേറ്ററും ക്യാൻസലായി. ഈ എമ്മിൻ്റെ ആൾക്കാർ നമുക്ക് ക്യാൻസലായി. ഇനി ആകെ ഡിനോമിനേറ്ററിൽ എന്താ? K⁻−2 ആണെന്ന് മുകളിൽ പോയി. അപ്പോൾ എന്താ? K⁻+2 ആയി. റൂട്ട് കൊടുക്കുമ്പോൾ എന്തായി? K ആയി. അതായത് കെൽവിൻ നമ്മൾ പറയില്ലേ. അപ്പോൾ അതെന്താണ്? ഫസ്റ്റത്തെ ഓപ്ഷനാണ് കറക്റ്റ്. TP പ്രൊപ്പോർഷണൽ ആയിരിക്കുന്നത് ഈ ഫസ്റ്റത്തെ ഓപ്ഷൻ A ആയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് B, C, D ഒക്കെ നമുക്ക് നോക്കാം. ഒന്നുമില്ല. ഇതുപോലെ തന്നെ H C⁻3 KB² G എന്നാണ്. അപ്പോൾ എന്താ? C⁻3 ആണ്. C എന്താ? L T⁻−1 അതുപോലെ തന്നെ ഇതെന്താ? നമ്മുടെ KB ആണ്. അതുപോലെ തന്നെ ജീൻ്റെയും എഴുതി എക്സ്പാൻഡ് ചെയ്യുക. കോമൺ ടൈംസ് ക്യാൻസൽ ചെയ്ത് നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതെന്തായാലും ക്യാൻ്റെ എക്സ്പ്രഷൻ നമ്മുടെ TPയുടെ അല്ല. അതുപോലെ തന്നെ ഇതുപോലെയും സീൻ്റെയും നമുക്ക് നോക്കുമ്പോൾ അങ്ങനെ കിട്ടും. ഫസ്റ്റത്തെ ഓപ്ഷനാണ് കറക്റ്റ്.